ഹലോ, വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ. അങ്ങനെ ഞാനും ഐതിയും കൂടി എല്ലാവരും കൂടി ഇത് ഷാബിനെ ഷിമിനൊക്കെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ വന്ന് ഇപ്പം വണ്ടി പാർക്ക് ചെയ്ത് അവരൊരു 15 മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എയർപോർട്ടിനുള്ളിൽ വണ്ടി പാർക്ക് ചെയ്ത് പോവാണ്. ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ. അവന് 6 മാസമായിട്ടുള്ളൂ. ഇവരെല്ലാം ആദ്യമായിട്ട് കാണാൻ പോകണം. ഇപ്പം ചാലുവിനെ എല്ലാവരെയും ഷിമിനെ ഒക്കെ ആദ്യമായിട്ട് കാണാൻ പോകണം. അപ്പം ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കാറ് പാർക്ക് ചെയ്തിട്ട്. ഐതിയെ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കില്ല അമ്മ? എയർപോർട്ട് എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ കൊച്ചിൻ എയർപോർട്ട്? നമ്മുടെ കരുണാകരനാണ് ഇതിന് വേണ്ടി തുടക്കം കുറിച്ച്. അങ്ങനെ ഇപ്പം ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ഇനി ഇവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കണം. അവർ വന്നിട്ട് അവരെയും എടുത്ത് പോകും. എയർപോർട്ടിലെത്തി. ഞാനും എയർപോർട്ടിലെത്തി. എയർപോർട്ട് ഇപ്പോൾ ഖത്തർ എയർവേയ്സ് ലാൻഡ് കാട്ടണോ അവിടെ? ഖത്തർ എയർവേയ്സ് ഷെഡ്യൂൾഡ് ഇൻഡിക്കോ ഖത്തർ 2:15 ദോഹ. ഖത്തർ ഇപ്പം ലാൻഡ് ചെയ്തിട്ടുണ്ട്. 2:15 കാട്ടണുള്ള. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നോക്കടാ എയർപോർട്ടിൽ എത്തിയെടുക്കണം. അവരെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കണേ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഐതിരെ ഇക്കക്കന്മാരും ഇക്കത്തെയും അമ്മായിയും മാമയും എത്തും. അല്ല ഐതിയ? വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ. ഇപ്പോൾ ഞാൻ കൊച്ചിൻ എയർപോർട്ടിലാണുള്ളത്. മകളും മരുമകനും വരുന്നുണ്ട്. ഖത്തർ എയർവേസിന് ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ പുറത്തേക്ക് വരും. അതും കാത്ത് ഇവിടെ ആകാംക്ഷയോടുകൂടി ഇരിക്കല്. ഓക്കെ, ബായ്. അങ്ങനെ 1 മണിക്കൂർ ലേറ്റായിട്ട് 3:30 2:30 വരുമെന്ന് പറഞ്ഞ പാർട്ടി 3:30 എത്തിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതേ ഒരു പട വരുന്നുണ്ട്. 3:30 എത്തിയപ്പോൾ ഇതാ എന്തോ ഒരു എന്താ കൊടുക്കാൻ പോണ? ഇതാ 3:30 എത്തി. അപ്പം ഓക്കെ, എല്ലാവരും എത്തി. അയവാ എല്ലാവരും കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കാന് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം 1 മണിക്കൂർ ലേറ്റായി. 3:30 2:30 പറഞ്ഞത് 3:30 എന്നുള്ളൂ. അപ്പം 3:30. ഓക്കെ, അങ്ങനെ എയർപോർട്ടിലെത്തി ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോകണം. വണ്ടിയൊക്കെ റെഡിയിൽ പെട്ടികളൊക്കെ കയറ്റി വെച്ച് വീട്ടിലേക്ക് പോകാൻ പോകണം. ഓക്കെ, 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ എല്ലാം കുടിച്ച് ചെല്ലുമ്പോൾ വീട്ടിലെത്തുമ്പോൾ നേരം വെളുത്ത്. അപ്പോൾ ഇന്നത്തെ ഉറക്കം ഫുള്ളായിട്ട് പോയി. തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് 12 മണിക്ക് പോന്നു. ഇവിടെ എത്തി 2:30 പോകാമെന്ന് വിചാരിച്ചാണ് 3:30 ഇറങ്ങിയത്. പക്ഷേ ആദ്യത്തെ തിരക്കൊന്നുമില്ല. ഈ പക്ഷിഭീഷണിയിലെ യുദ്ധഭീഷണി കാരണം ആദ്യത്തെ തിരക്കുകളൊന്നും ഇല്ല. എയർപോർട്ടിൽ വരുമ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലെത്തി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മുടെ ആനിയുടെ ബർത്ത്ഡേ ആണ്. വീട്ടിലെത്തിയിട്ട് ചെയ്യുന്നില്ല. അത് ഇവിടെ വെച്ച് തന്നെ, എയർപോർട്ടിൽ വെച്ച് തന്നെ അത് ആഘോഷിക്കാൻ പോവാണ്. എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്തേക്കണം. നമ്മുടെ ഐതി ഇപ്പോൾ ഷെമീനെ കണ്ടപ്പോൾ ഷെമീൻ്റെ ആളായിപ്പോയി. നമ്മൾ വിട്ടുപോയി. ഐതി പോയി.
ആ അപ്പൊ കേക്ക് എല്ലാം എടുത്ത് നാളെ ഇതൊരു ചെറിയ ആഘോഷം. ഇനി നാളെ അതിന് വേറെ കാര്യമുണ്ട്. ഇപ്പൊ പുതിയ സിസ്റ്റാ. ഇന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആണ്ട് ഒരാഴ്ചക്കൊക്കെ മാറ്റി വെക്കും. അങ്ങമാര് കല്യാണം, പല കാര്യങ്ങള്, ബർത്ത്ഡേ ഇതൊക്കെ മാറ്റി വെക്കാറുണ്ട്. അപ്പൊ അല്ല അതിന് എന്താണ് വിശേഷങ്ങള്? ഹാപ്പി അല്ലേ? സന്തോഷമുണ്ടാ? ഇത് രണ്ടും ഒരുമിച്ച ശരിക്കും ഇവിടെ സുഖം തന്നെ കിട്ടണല്ലോ ഓരോരുത്തർക്ക്. അതിന്റെ ഇടയിൽ നിനക്ക് സന്തോഷം കൂടി കിട്ടണേ. രണ്ടും ഒരുമിച്ച് ഉണ്ടല്ലേ? അപ്പൊ ഇനി മോനെ ഒരു മൊബൈൽ മേടിക്കണം. ആർക്ക്? നമ്മുടെ ആനിക്ക്. അല്ല അവനല്ല ഇല്ലാത്ത, അവനൊക്കെ മേടിച്ചു കൊടുത്തോളാണ്. അങ്ങനെയാണ്. ആനിലുണ്ട് സംഭവം ഉണ്ട്. അപ്പൊ ഇനി അപ്പൊ ഇതും കൂടി പോത്തറൈറ്റ് ആ പാട്ട് വെച്ചാ ആനിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചും കണ്ട് ഞങ്ങൾ പോവാൻ പോണ്. ഹാപ്പി ബർത്ത്ഡേ ആനി. കേക്ക് കെട്ടിയതാ? അതിടാൻ പറ്റില്ല. പാട്ട് പാടില്ല. പാട്ട് കോപ്പറേറ്റ് ചെയ്തു. വേഗം ആയിക്കോട്ടെ. നിന്റെ ഡിസ്പ്ലേ പോയിരിക്കണം. അതെടാ നിന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയിരിക്കണം. ഡിസ്പ്ലേ അത് ശരിയാക്കാം. അപ്പൊ പിന്നെ ശരിയാക്കണ്ട. അവിടെ നിന്ന് ശരിയാക്കിയ ആ ബർത്ത്ഡേ ആഘോഷിച്ച് ഇവിടെ വെച്ച് ഞാൻ വീഡിയോ അതിന്റെ പേര് ഒക്കെ ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങണം.